ഇപ്പം പോക്സോനെ പറ്റി സംസാരിക്കാനും സാറിൻ്റെ ബാക്കി കേസുകളും കുറേ കേസുകളെ പറ്റി സാറിന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ റിയലി വോണ്ട് ടു ആസ്ക്, വാട്ട് ഈസ് പോക്സോ? പോക്സോ ആക്ട് എന്ന് പറയുമ്പോൾ പ്രിവെൻഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്, അതാണ് ആക്ടിൻ്റെ ഉള്ള ചുരുക്കമുള്ള പേര്. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെയോ ആൺകുട്ടികളെയോ ഏത് ജെൻഡറായാലും ശരി, അവരെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്താൽ, സെക്ഷലി അബ്യൂസ് ചെയ്താൽ ഈ ആക്ട് പ്രകാരം ശിക്ഷാർഹമാണ്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ആണ്. ഇത് ഒരു എല്ലാ ജെൻഡറും ഉൾപ്പെടുന്നതിന് ഇറ്റ് മസ്റ്റ് ബി ബിലോ 18 ഇയേഴ്സ്. മീൻസ് 17 ഇയേഴ്സ്, 17 വയസ്സും 9 മാസമായാലും നിൽക്കും. 18 വയസ്സ് വെദർ ഷീസ് അറ്റൈൻഡ് മെജോറിറ്റി ഓർ നോട്ട്, മേജർ ആവാത്ത എല്ലാം ഇതിൽ ബാധകമാണ്. ഈ ആക്ട് പ്രകാരം ശിക്ഷാർഹമാണ്. ബട്ട് വൺ തിങ് ഈസ് ദർ, ഓൺലി സെക്ഷലി അബ്യൂസ് ഓർ സെക്ഷലി എക്സ്പ്ലോയിറ്റേഷൻ ഓൺലി. ഓക്കെ. സെക്ഷലി ആയിട്ട് ചിലപ്പോൾ പോൺ പിക്ചേഴ്സ് അടക്കമുള്ള സെക്ഷലി ഒരു കളർ റിമാർക്സ് അടക്കമുള്ള എല്ലാ ഒഫൻസസും ഈ ആക്ടിനകത്ത് വരും. ഇപ്പം സാറിൻ്റെ ഒരു ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പം പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നുള്ളൊരു പൊസിഷനാണ്. സോ ബേസിക്കലി നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഡിഫൻസ് ലോയർ, പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബാക്കി ലോയേഴ്സിൽ നിന്ന് എന്താണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുമ്പം ഉള്ള ഒരു വ്യത്യാസം എന്താണ്? നമ്മുടെ പോക്സോ ആക്ടിൽ വരുന്നത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നാണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല, അഭിഭാഷകരാണ്. പക്ഷേ ഗവൺമെൻറ് സൈഡിൽ നിൽക്കുന്നവരാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. മീൻസ് ദേ സ്റ്റാൻഡ് ഫോർ ദ വിക്ടിം. പോലീസിൻ്റെ പ്രോസിക്യൂഷൻ സ്റ്റോറി എന്താണോ ആ പ്രോസിക്യൂഷന് വേണ്ടി, വിക്ടിമിന് വേണ്ടി നിലനിൽക്കുന്ന അഭിഭാഷകൻ. ബേസിക്കലി വി ആർ ലോയേഴ്സ്. ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് എന്താണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഞാൻ പറയാം പോലീസ് എന്നുള്ളൊരു പണിയാണ്. ഞാനിപ്പോൾ റീസെൻ്റ് ഇപ്പോൾ റോന്ത് എന്നുള്ളൊരു മൂവിയും കൂടെ കണ്ടപ്പോൾ ഇറ്റ് വാസ് റിയലി ഡിസ്റ്റർബിങ് കണ്ടപ്പോൾ. കാരണം ഒരിക്കലും ചിരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ജോലിയല്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക്. കാരണം ചിരിക്കേണ്ട കാര്യമായിട്ട് അതിലൊന്നും വരുന്നില്ലല്ലോ, അങ്ങനത്തെ കാര്യങ്ങളല്ല അവർ ഡീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ വളരെ രൂക്ഷമായിട്ടുള്ള നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അഡ്വക്കേറ്റ്സ് എന്ന് പറയുന്നത്. സോ ഐ റിയലി വോണ്ട് ടു നോ, സാർ എപ്പോഴെങ്കിലും ഡിസ്റ്റർബ്ഡ് ആവാറുണ്ടോ, അല്ലെങ്കിൽ ആർ യു ഡിസ്റ്റർബ്ഡ്? ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം വെരി മച്ച് പ്രൗഡ് ദാറ്റ് ഐ എം എ ലോയർ. പിന്നെ ഡിസ്റ്റർബ്ഡ് ആവുമെന്ന് വെച്ചാൽ ചെയ്യുന്ന ജോലി അങ്ങനത്തെ ഒരു ജോലിയാണ്. നമുക്കൊരു നിരപരാധിയായിട്ടുള്ള ഒരാൾ നമ്മുടെ കയ്യിൽ വരാം. ഐ എം സെയിങ് ഓൺലി ആസ് എ ലോയർ ഓൺലി, നോട്ട് ആസ് എ പ്രോസിക്യൂട്ടർ. അപ്പോൾ അവരുടെ ജീവിതമാണ് നമ്മുടെ കയ്യിലോട്ട് അവരെ ഏൽപ്പിക്കുന്നത്, ദെയർ ലൈഫ്. ഇപ്പം ഒരു ക്രിമിനൽ കേസ് ആവണമെന്ന്, സിവിൽ കേസ് തന്നെ ഇരിക്കട്ടെ, ദെയർ ലൈഫാണ്. അവരൊരു സിവിൽ കേസിൽ ഉൾപ്പെട്ടിരിക്കുമ്പോൾ അവരെ വസ്തുവിനെ സംബന്ധിച്ചായാലും അവരൊരു ലൈഫാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിൻസിയറിറ്റി പ്രകാരം, നിയമപ്രകാരം വി ക്യാൻ ഹെൽപ്പ് ഹർ ഓൺലി ലീഗലി. വെദർ ഇറ്റ് ഈസ് എ റൈറ്റ് കേസ് ഓർ എ റോങ് കേസ്, ബട്ട് വി ക്യാൻ ഹെൽപ്പ് ഓൺലി ലീഗലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആസ് എ ലോയർ, അത് ചെയ്യുക. അത് തന്നെയാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തന്നിട്ടുള്ള റൈറ്റും. ബട്ട് വി ആർ പ്രിവിലേജ്ഡ് ഓൾസോ. നമുക്ക് പ്രിവിലേജുള്ള റൈറ്റാണ്. അപ്പോൾ ഒരു ക്ലയൻറ്റ് നമ്മളോടൊപ്പം സംസാരിക്കുന്ന കാര്യം, ഇറ്റ് ഈസ് എ പ്രിവിലേജ് ടു അസ്. അത് നമുക്ക് വെളിപ്പെടുത്തണമെന്നില്ല, എക്സെപ്റ്റ് ഇൻ പോക്സോ കേസ് ഓർ സെക്ഷൽ ഒഫൻസസ്. ഇപ്പോൾ ഈ പോക്സോയിൽ സാർ നേരത്തെ മെൻഷൻ ചെയ്തൊരു കാര്യമാണ് സെക്ഷൽ ഹെറാസ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന എന്ത് കാര്യവും ഈ ഒരു നിയമത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണെന്ന്. അതെ. അപ്പോൾ അല്ലാതെ ഇപ്പോൾ കുട്ടികൾ നേരിടുന്ന ഹെറാസ്മെൻറ്റുകളോ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വയലൻസ് കാര്യങ്ങൾ, ഇത് ഏത് ലോൻ്റെ അണ്ടറിലാണ് വരുന്നത്? അല്ല, ഞാൻ പറഞ്ഞതുപോലെ ഈ പോക്സോ ആക്ടിനകത്ത് വരുന്ന കാര്യങ്ങൾ ഈ സെക്ഷൽ അബ്യൂസ്, പെൻട്രേറ്റീവ് സെക്ഷൽ അബ്യൂസ്, പിന്നെ ഈ കുട്ടികളുടെ പോൺ പിക്ചേഴ്സ് കാണിക്കുക. ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് പോൺ വീഡിയോസുള്ള ക്രൈംസാണ് കൂടുതൽ വരുന്നത്. ഇൻ്റർനെറ്റ് ക്രൈംസാണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു പെൺകുട്ടിയുടെ പടം കട്ടിയാൽ അതിനെ മിസ്യൂസ് ചെയ്തിട്ട് നെറ്റിൽ പ്രചരിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഈ കൊച്ചുകുട്ടികളെ തന്നെ സെക്ഷലി റിമാർക്സോടുകൂടി എപ്പോഴും ബാക്കിൽ കൂടെ പോയി അവരെ ശല്യപ്പെടുത്തുക, അങ്ങനെ ഉള്ള എല്ലാ ഒഫൻസസും വരും. ഇപ്പോൾ തന്നെ ഒരു കുട്ടിയെക്കുറിച്ച് സെക്ഷൽ റിമാർക്സോടുകൂടി കമൻ്റ് ഇടുക, ഫോണിൽ കൂടെ മെസ്സേജ് അയക്കുക, ഇഫ് എനിവൺ സീസ് ലൈക്ക് ദാറ്റ്, ദെൻ ദാറ്റ് ഈസ് എ ക്രൈം അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ ഈ സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒഫൻസസ്, സെക്ഷൽ അബ്യൂസ്, പെൻട്രേറ്റീവ് സെക്ഷൽ അബ്യൂസ്, അങ്ങനെയുള്ള കേസുകൾ മാത്രമാണ് ഈ പോക്സോ ആക്ടിൽ കൂടുതലും വരുന്നത്.